തല ഇങ്ങനെ ആട്ടുന്നതാണ് പൂ വന്നിട്ട്. ആ പ്രിയമുള്ളവരെ, ഞാൻ ലക്ഷദ്വീപിലെ കവരത്തിയിലാണുള്ളത്. എൻ്റെ സ്ഥലം അഗത്തിയാണെങ്കിലും ജോലി ചെയ്യുന്നത് ഇപ്പോൾ കവരത്തിയിലാണ്. ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്, PP ജംഗ്ഷൻ എന്നാ പേര്. ഇതായി കാണുന്ന ജംഗ്ഷൻ. ഈ ജംഗ്ഷൻ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ സാധാരണ ഞാൻ ഇരിക്കലുണ്ട്. അവിടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വാഹനം എൻ്റെ അടുത്ത് കൂടെ വന്നു പോയത്. ഇത് ടില്ലറാണ്. ടില്ലർ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലെ ഒരു കാലത്ത് വില്ലനായി ഇവിടെ വിരാജിച്ച ഒരു വാഹനമാണ്. അഥവാ ആദ്യമായി ഇത് കൃഷി ഡിപ്പാർട്ട്മെൻ്റാണ് ഈ വാഹനം ഇറക്കുമതി ചെയ്തത്. അവരിത് കൃഷി ഉഴുതു മാറ്റാനും കിളക്കാനും മറ്റുമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പിന്നീട് അവർ തന്നെയാണ് ആളുകൾക്ക് ഇത് വിതരണം ചെയ്തത്, അവരിലൂടെയാണ്. പിന്നെ അത് ഇവിടുത്തെ ഒരു പ്രധാന ചരക്ക് വാഹനമായി മാറി. ഇതാണ് ടില്ലർ എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് വലിയൊരു അത്ഭുത വാഹനമായിരുന്നു. ഞങ്ങളെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു KP ഉമ്മർ എന്ന് പറയുന്ന ആളാണ് ആദ്യം കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം ഒരു പൈലറ്റിൻ്റെ പവർ പോലെയായിരുന്നു. ഞങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ ഓടുമായിരുന്നു. അതിൽ അയാൾ അറിയാതെ കയറിയിരിക്കുമായിരുന്നു. വാഹനം നിർത്തി അയാൾ പലവട്ടം ഞങ്ങൾ ആട്ടി ഓടിക്കും, എറിയും, കല്ലെടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അത്രയും വലിയ പ്രധാന വാഹനമായിരുന്നു ടില്ലർ എന്ന് പറഞ്ഞാൽ. പിന്നീട് നമ്മളൊക്കെ അതിൻ്റെ ഡ്രൈവറൊക്കെ ആയി മാറിയിട്ടുണ്ട്, അത് വേറെ കഥ. ഏതായാലും ടില്ലർ എന്ന് പറഞ്ഞാൽ ദ്വീപിലെ പ്രധാനപ്പെട്ട ഒരു വാഹനം. ആ വാഹനം ഇന്ന് മാറിയിട്ടുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് കാലം ജോലി ചെയ്ത, അത് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത് വിരമിച്ച ടില്ലർ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാറി അതിൻ്റെ സ്ഥലം ഇന്ന് ട്രാക്ടർ കൈയടക്കിയിരിക്കുകയാണ്. ട്രാക്ടറും ഇന്ന് ഈ മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് കാണില്ല. ദ്വീപിലല്ലാതെ വേറെ സ്ഥലങ്ങളിലൊന്നും കാണില്ല. ഇവിടെ പരിമിതമായ റോഡിലൂടെ ഇത് ഓടിക്കാനും ഇവിടെ പൂഴിമണ്ണിലൊക്കെ ഓടി നടക്കാനൊക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഈ ട്രാക്ടർ ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്. ഏതായാലും രസകരമായിട്ട് അന്നത്തെ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ പാട്ടി ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപുകളിലും അറിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് നല്ല കലാകാരൻ കൂടിയാണ്. ഒരുപാട് സ്റ്റേജ് പരിപാടികളിലും മറ്റും നിറഞ്ഞാടിയിരുന്ന നമുക്ക് രസകരമായിട്ട് ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. ഏതായാലും ടില്ലർ ഓടിയ പല ആളുകൾക്കും ടില്ലർ എന്നും ടില്ലർ ജായ്ക്കുക, ടില്ലർ അമ്പുക, ടില്ലർ ബമ്പം ഇങ്ങനെയൊക്കെ പേര് വരെ വന്നിട്ടുണ്ട് ഊവയുടെ വാക്കുകളിൽ. 1963 അഗ്രിയിലേക്ക് ടില്ലർ വന്നത്, തൃശ്ശൂരിലേക്ക് ടില്ലർ വന്നത്. അക്കത്തിലെ ഡ്രൈവറാണ് ഓടിയത്. അതാര്? ആണ് ഞങ്ങളെ ടില്ലറിന്റെ ഡ്രൈവർ. പിന്നെ KP ഉമ്മറാണ്. മൂപ്പരാണ് ഞങ്ങൾ ടില്ലർ ഓപ്പറേഷൻ എല്ലാം മെക്കാനിക്കും. മോശമായിപ്പോൾ കേട് വന്നു, എല്ലാം ശരിയാക്കുന്നത് KP തന്നെ. വർക്ക്ഷോപ്പൊക്കെ ഉള്ളതാണ് അവിടെ. പിന്നെ ഞാനും ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം കളി, ഈ പേപ്പാർട്സൊക്കെ എൻ്റെ കൊണ്ടിട്ടാണ് കളിയിക്കുന്നത്. പിന്നെ കളി റേ എന്ന് പറയുന്ന രീതിയിലുള്ള തപ്പിൻ്റെ ഒരു പ്ലേറ്റ് പോലത്തെ വലിയ സാധനമുണ്ട്. അതിൽ കളി ഡീസലെല്ലാം കൊണ്ട് കഴുകി ക്ലിയറാക്കി വെച്ചു. പിന്നെ ഇതിനെല്ലാം തുടച്ച് കഴുകി വെടിപ്പാക്കിയത് ഈ മെഷീൻ്റെ ഫൗണ്ടേഷൻ, വലിയ ഫൗണ്ടേഷനാണ്. എൻ്റെ കൈ ഇവിടെ വരെ ഇടും. ഇട്ട് വേസ്റ്റ് കൊണ്ട് തുടച്ച് കറുത്ത ഇതൊക്കെ ചെളികളുണ്ടാവും, അതിനൊക്കെ വേസ്റ്റ് കൊണ്ട് തുടക്കും. പിന്നെ നല്ല ഡീസൽ അതിലേക്ക് ഒഴിക്കും. പിന്നെ ഒന്നും കൂടി കഴുകി പിന്നെ ആദ്യം പിന്നെയും ഒന്ന് തുടച്ച് അങ്ങനെ ക്ലിയറാക്കിയതിന് ശേഷമാണ് ഈ പേപ്പാർട്സ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ, ലൈനറും എല്ലാ സാധനവും. ഇത് കിളക്കാൻ വേണ്ടി കൊണ്ടുവന്നതോ? കിളക്കാൻ കൊണ്ട് തന്നെ ഈ മെഷീൻ വേറെയുണ്ട്. ഇത് ടില്ലർ ഓടാനുള്ള, അതായത് കിളക്കാനുള്ളത് ഇതിൻ്റെ ബേക്കിൽ ഘടിപ്പിച്ചിട്ട് 2 ചക്രം അതിൻ്റെ വണ്ടിയിൽ ഉണ്ടാവും, വർക്കാസ് പോലത്തെ ഉണ്ടാവും. അതിന് പല്ലുകളാണ്. ഒരു 6 പല്ല് മുകളിൽ, 4-6 പല്ല് താഴെ, അങ്ങനെ വ്യത്യാസമായിട്ടുണ്ടാവും. അത് മണ്ണിലിങ്ങനെ അമർത്തി വെച്ചിട്ട്
ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മണൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ട് നമ്മളെ ആവശ്യത്തിന് തക്കത്തെ താത്തുകയുള്ളൂ. മണ്ണ് ഫുൾ താത്തുമില്ല. പിന്നെ ഇങ്ങനെ വലിയ പൊക്കി ഹാൻഡിൽ കൊണ്ടൊന്നും ഇങ്ങനെ പൊക്കി ഒരു ഫീൽഡ് ഫുൾ ഇളക്കും. അപ്പോൾ കല്ലിൻ്റെ കഷ്ണം ഉണ്ടായാൽ കാലിൻ്റെ ഇവിടെ മുട്ടിന് താഴോട്ട് ശ്രദ്ധിക്കണം. ഇത് തിരച്ച് കൊള്ളുന്നത് ശ്രദ്ധിച്ചാൽ. പിന്നെ അങ്ങനെ കിളച്ച് കുളഞ്ഞാൽ അവിടെ നിർത്തും. പിന്നെ കഴിഞ്ഞാൽ ആ ഫീൽഡ് ഫുൾ ഒരു ദിവസം കൊണ്ട് ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ഫിനിഷാക്കും. പിന്നെ അതിനെ ലെവലാക്കും. പിന്നെ മമ്പെട്ടി എന്ന് വെച്ചാൽ കൊട്ടെന്ന് പറയും. അതും കൊണ്ട് പിന്നെ ശാൽക്കോൽ ഇന്ന ഐറ്റം സാധനം നടാൻ വേണ്ടിക്ക് ശാൽക്കോൽ. ആ ശാലിലാണ് നടാൻ. പയറാണ് നടാ കൂടുതൽ. പിന്നെ മറ്റേത് റൗണ്ടിൽ ഉള്ള കുളി എടുക്കും. അത് ബീംസ് എന്ന് പറഞ്ഞിട്ട് പയർ പോലത്തെ വീതിയുള്ള പയറുണ്ട്. അതാണ് ബീംസ്. ബീംസ് അത് വേറെ സെക്ഷൻ. അത് പ്ലോട്ട് തന്നെ വേറെ ഓരോരോ പ്ലോട്ട് ഉണ്ടാവും. പയറിന് വേറെ പ്ലോട്ട്, ബീംസിന് വേറെ, ചീര, അങ്ങനെ പലതും ഉണ്ടാവും. വെണ്ട എല്ലാം, ചക്കര ചുരങ്ങ, തണ്ണിമത്തം, അത് വേറെ ഫീൽഡ്. ഒരു 6-8 മീറ്ററൊക്കെ നീളത്തിൽ ഉണ്ടാവും. നീളം 8 മീറ്റർ ഉണ്ടാവും. അങ്ങനത്തെ ഓരോരോ ഫ്ലോട്ടാക്കി ഞങ്ങൾ ഫ്ലോട്ട് എന്ന് പറയും. അതിലേക്കാണ് പിന്നെ നടാൻ കിളച്ച് മറിച്ച് ചാണകം എല്ലാം കിട്ടുന്നു മിക്സ് ചെയ്ത് വണ്ടി കൊണ്ട് തന്നെ അടിച്ച് പേറാക്കും. ഇവൻ കിളച്ചുണ്ടാവും. ചാണകം പാറ്റും. ചാണകം മുമ്പിൽ പാറ്റി വിട്ടേക്കും. പിന്നെ കിളക്കുന്നത് ഇങ്ങനെ തട്ടി പിന്നെ എല്ലാം മണ്ണിൻ്റെ അടിയിലാക്കും, പൂടീൻ്റെ അടിയിലാക്കും. പിന്നെ മമ്പെട്ടിയും കൊണ്ട് അതിനെ നിരപ്പാക്കിയിട്ടാണ് പിന്നെ ചാക്കൂരയിൽ ഈ ചാലിൻ്റെ അകത്തൊക്കെ പിന്നെയും ചാണകം ഇടും. പിന്നെ ഉണർവ് വരാൻ വേണ്ടി, ഉണർവ് വരാൻ വേണ്ടി നല്ല ശക്തി വരും. അപ്പോൾ ഒരു 3 ദിവസം ആകുമ്പോഴത്തേക്ക് പിന്നെ നനച്ച് വിത്തെല്ലാം ഇട്ട് നനച്ച് ഒരു ആഴ്ച ആകുമ്പോഴത്തേക്ക് കല ഇങ്ങനെ ആട്ടുന്നാണും പൂ വന്നിട്ട്. പിന്നെ പൊട്ടാഷ്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. യൂറിയം പൊട്ടാഷ്യം മിക്സ് ചെയ്തിട്ടിടും. അപ്പോൾ കായ വന്നു പോകും. പിന്നെ കായ നിൽക്കും. ഒരാഴ്ച ആവുന്നതിന് പിന്നെ പറിക്കാം. ഇഷ്ടം പോലെ പച്ചക്കറി, ടില്ലർ നിറയെ പച്ചക്കറി ഉണ്ടാവും. ഇവിടെ വിൽക്കുന്നത് സെയിൽസ് ചെയ്യാൻ വേറെയുണ്ട്. സെയിൽസ് ചെയ്ത് തീരാത്തത് വിൽക്കാൻ വേണ്ടി ടില്ലറിൽ കയറ്റിയിട്ട് ഞാനും വഹാവും അവരുടെ മകനുണ്ടാവും. മകൻ. ഞാൻ പിന്നെ ഇവരെ ഹെൽപ്പിന് വേണ്ടി പോകുന്നതാണ്. പിന്നെ അങ്ങനെ നാട് മുഴുവൻ ചുറ്റി വിറ്റ്. അപ്പം 50 പൈസ, ഒരു കിലോത്തിന് 50 പൈസ. അപ്പം എല്ലാവരും വാങ്ങും. 1 കിലോ 50 പൈസ. പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. മധുരക്കിഴങ്ങെല്ലാം വാങ്ങി എല്ലാവരും ആൾക്കാരും വലിയ കൂടെ വലിയ കൂടെ ഉണ്ടാവും. കൂടയിലെല്ലാം വാങ്ങാൻ പോകണ്ടായിരുന്നു. അപ്പം ഈ സഞ്ച അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. വലിയ പ്ലേറ്റാ എന്തെങ്കിലും കൊണ്ടുവരും. തടപ്പ, അരി ചേർന്ന തടപ്പ, മുറകെന്ന് പറയും. അപ്പൊ ഈ ആൾക്കാരെല്ലാം ഈ ടില്ലർ കണ്ടാൽ അങ്ങനെ നീങ്ങുന്ന പെണ്ണുങ്ങളും ആണുങ്ങളെല്ലാം പറ്റും ഇത് വാങ്ങിക്കാൻ വേണ്ടി. ഈ ടില്ലർ കാണുമ്പോൾ ഒരു അത്ഭുതം സൗണ്ട് കേട്ടാൽ തന്നെയാ ഇത് കൃഷിക്കാരെ ടില്ലറാണ്. പച്ചക്കറിയാ, മധുരക്കിഴങ്ങ, പുലിയ, അങ്ങനത്തെ ഒക്കെ വിൽക്കുന്നതാണ്. വാങ്ങിക്കണം എന്ന് പറഞ്ഞ് വീട്ടിൻ്റെ ചണ്ടം കരക്കുന്ന വെള്ളം ഉണ്ടെങ്കിലും ചണ്ടം സ്റ്റോപ്പ് വന്ന് വാങ്ങിക്കും. റോഡ് സൈഡിൽ വന്നിട്ട് ടില്ലറിൻ്റെ സൈഡിൽ വന്നിട്ട് വാങ്ങിക്കും. എല്ലാവരും ക്യൂവിൽ നിൽക്കും, പൈസ തരും. അവർക്ക് ആവശ്യത്തിന് തക്കത്തേ വാങ്ങിച്ചോണ്ട് പോകും. എന്നിട്ടും തീരുന്നില്ല, ചുറ്റും ഇതാക്കിയിട്ട് തീരുന്നു. പിന്നെ അങ്ങനെ വലിയ ഹോട്ടൽക്കാരുടെ സോപ്പടിച്ച് കുടിക്കാൻ ഇത് തീരണമല്ലോ. ഇത് കുടിച്ചിട്ട് വെറുതെ ചീത്തയായി പോകും. നിങ്ങൾ പിന്നെ സ്റ്റാഫ് ക്യാൻറ്റീനിൽ മുള്ളങ്കിയൊക്കെ ഉണ്ടാവും. അവർ MBSകാർ നേരിട്ട് അവിടെ കൊടുക്കും. MBSകാരുടെ മെസ്സിലേക്ക് അവർ 7 ചാക്ക് 6 ചാക്ക് വാങ്ങിച്ചോളും. പിന്നെ അവർക്ക് കുല, റോബസ്റ്റ കുല, മൈസൂർ കുല കറിയാക്കാൻ, ഉപ്പേരിയാക്കാൻ എല്ലാം കൊടുക്കും.
ദ്വീപുകാർ ശാല മേടിക്കുന്നേ ആ മുള്ളങ്കി ദ്വീപുകാർ അങ്ങനെ കൂടുതൽ പേരും ഉപയോഗിക്കൽ ചുരുക്കാണ്. കുറവ്. നാവല് ചൊറിയുന്നതുകൊണ്ട് മുള്ളങ്കിയാ. മുള്ളങ്കി എന്നാണ്. മുള്ളങ്കി കയ്പയാ? ഇല്ലല്ല, കയ്പ വേറെ. കയ്പ വേറെ? കയ്പ വേറെ. കയ്പ എന്നാലും അമ്മ മധുരത്തിനൊക്കെ. ഈ മുള്ളങ്കി എന്ന് പറഞ്ഞാൽ വേറെ സാധനം. മുള്ളങ്കി എന്ന് പറഞ്ഞാൽ പച്ച ഇല ഉള്ളത്, ഇങ്ങനെ കിളങ്ക് പോലെ ഇളിഞ്ഞു വന്ന് ഇതിൻ്റെ അറ്റത്ത് ഇലകളുണ്ടാവും. ആ ഇല ഉപ്പേരിയെല്ലാം മുള്ളങ്കീൻ്റെ ഇല ഉപ്പേരിയെല്ലാം ആക്കും. അവർ കറിയിലിടും. ഈ MBSകാർ കറിയിലിടും. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചെറുജീകരം അതിൻ്റെ അകത്തൊക്കെ എല്ലാം ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടാൽ പിന്നെ വിഷയം പറയൂല. പ്രൈവറ്റായിട്ട് ടില്ലർ വന്ന് ഏകദേശം ആർക്കെല്ലാം ഉണ്ടാകും. അത് കുറേ എമ്പാടും വർഷം കഴിഞ്ഞതിന് ശേഷം കൃഷിക്ക് ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ടില്ലർ വരുത്തിച്ച് തരണം എന്ന് പറഞ്ഞ് പിന്നെ കൃഷിക്കാർ തന്നെയാണ് ശംസുദ്ദീൻ സാറിനോട് പറഞ്ഞിട്ട്, ഡയറക്ടർ ശംസുദ്ദീൻ സാറായിരുന്നു. ഡയറക്ടർ സാറിനോട് പറഞ്ഞ് ഡയറക്ടർ സാറ് പിന്നെ ഇപ്പം നെഞ്ചൂരാണ് ഇത് അപ്പം കയറ്റി കൊണ്ടുവരുന്നത്. ടില്ലറൊക്കെ ഇതിൻ്റെ പേപ്പാട്ടും എല്ലാം അതിൽ വരും. അതിന് പൈസ കൊടുത്തു, ബില്ലുണ്ടാക്കിയിട്ട് പൈസ കൊടുത്തു. അങ്ങനെ എല്ലാം ഓരോരോ ദ്വീപിലേക്കും, പിന്നെ കൃഷിയിലുള്ള എല്ലാ ദ്വീപിലും കൃഷിയിലൂടെയാണ് ടില്ലർ എല്ലാ ദ്വീപിലേക്കും എല്ലായിടത്തും കൊടുത്തു. കൃഷിയിലൂടെയാണ് ടില്ലർ വന്നത്. നാട്ടുകാർക്കും കോബോട്ട സാധാരണ ടില്ലർ വേറെ, കോബോട്ട എന്ന് പറയുന്നത് അത് സ്പെഷ്യൽ ഒരു ടില്ലർ. മറ്റേ ഇത് ശക്തി, മിത്സുബിഷി എല്ലാം ഉണ്ട്. നല്ല ഹരമുണ്ടായി. തെങ്ങിൻ്റെ ചൂടെല്ലാം കിളച്ചു കൊടുക്കും നാട്ടുകാരെ. കിളക്കും. തെങ്ങിൻ്റെ ചൂടൊക്കെ കിളച്ചു കൊടുത്ത് വളം ഇടും. വളം ഇട്ടിട്ട് മണ്ണുങ്ങെല്ലാം ഇതാക്കി ചുറ്റും കിളക്കും. അപ്പം 1 രൂപ. അങ്ങനെയെല്ലാം പൈസ പിന്നെ അത് ഞങ്ങൾ അവിടെ ബില്ലാക്കും. പിന്നെ ഓരോരോ നാട്ടുകാർക്ക് എല്ലാം നല്ല ഉപകാരം. വാസുവേട്ടൻ നമ്മ കരയിൽ നിന്ന് ശംസുദ്ദീൻ സാർ തന്നെ കൊണ്ടുവന്നതാണ്. കൃഷിയിലെ വാസുവേട്ടൻ അയാൾ ഇതിനായിട്ട് കൊണ്ടുവന്നേ. ഇതിനായിട്ട് എനിക്ക് കൊണ്ടുവന്നു. അത് പിന്നെ KP ഉമ്മറിന് ശേഷം മെക്കാനിക്ക് എല്ലാം മൂപ്പരാണ്. ഈ KP ഉമ്മർ ഏത് നാട്ടുകാരൻ? കിടാവ്. വെള്ളിനോട് കിടാവ് മെക്കാനിക്കാണ്. ഈ ഉമ്മർ ഏത് നാട്ടുകാരൻ? KP ഉമ്മർ ആക്കത്തിക്കാരൻ. കിടാവും ആക്കത്തിക്കാരൻ. ഇതുപോലുള്ള വീഡിയോകൾ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.